Good morning, everyone. ഇന്നത്തെ പ്രീ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. 5.15 പോയിൻറ്റ്സ് പോസിറ്റീവ്. ബാങ്ക് നിഫ്റ്റി 209.45 പോയിൻറ്റ്സിൻ്റെ പോസിറ്റീവ് ഓപ്പണിംഗ്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 60,000 എത്തിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനിയൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നിഫ്റ്റി 26,325 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 26,300 കോൾ ഓപ്ഷൻ 100 രൂപയിൽ താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 26,200 കോൾ ഓപ്ഷൻ ആണെങ്കിൽ 162. നമുക്ക് 26,250 കോൾ ഓപ്ഷൻ നോക്കാം. അത് അറൗണ്ട് 120 ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാനിവിടെ ചാർട്ടിൽ എടുക്കുന്നുണ്ട്, സ്ക്രീനിലാണെന്ന് മാത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചാർട്ട്സ് വെച്ചിട്ടുള്ളത് നിഫ്റ്റി 50യുടെ ചാർട്ട് മാത്രമാണ്. 26,400 പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 26,400. പുട്ട് ഓപ്ഷനിലൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മുടെ ക്യാപിറ്റൽ 3.62 crore, 3 കോടി 62 ലക്ഷം രൂപയാണ്. നമുക്ക് ഇതിനകത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെറും 2 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഓപ്പണിങ്ങിൽ തന്നെ ട്രേഡ്സ് കാണാം. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എൻട്രീസ് കിട്ടും. അതുപോലെ എല്ലാ ദിവസവും അങ്ങനെയുള്ള എൻട്രീസ് കിട്ടണമെന്നില്ല. അപ്പോൾ എൻട്രീസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നിഫ്റ്റി 26,300 26,325 ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി 60,000 പ്ലസിലാണ് ട്രേഡ് ചെയ്യുന്നത്. 60,300. നമ്മൾ നിഫ്റ്റി മാത്രമാണ് ചെയ്യുന്നത്. നിഫ്റ്റി ഓപ്ഷൻസും മാത്രമാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബൈയിങ് മാത്രമാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് അല്ലെങ്കിൽ പ്രൈസ് റിജക്ഷന് ശേഷം പ്രീവിയസ്ലി ക്ലോസിംഗ് ലെവൽ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ആണ് കാണുന്നത്. ഒരു ഓൾ ടൈം ഹൈ ലെവലായതുകൊണ്ട് ഇവിടെ തന്നെ ഒരു സൈഡ് വേസിൽ തുടർന്ന് പോകാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. എങ്കിലും നമുക്ക് ഇതർ സൈഡ് ഒരു മൊമെൻറ്റം കാണാൻ സാധിക്കും.
26,340. നമുക്ക് വെയിറ്റ് ചെയ്യാം. യെസ്, ഒരു പുട്ട് ഓപ്ഷനിൽ തന്നെയാണ് ഒരു ബൈയിങ് പ്രഷർ കാണുന്നത്. $26,400 പുട്ട് ഓപ്ഷനിൽ എൻ്റർ ചെയ്യാം. $26,400. ഇപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ലെഗ്സ് ആയിട്ടാണ് ഞാൻ എൻ്റർ ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയും ആ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നതായിട്ട് എപ്പോഴും കാണാറുണ്ട്. കാരണം നമ്മൾ ഒരു എൻട്രി എടുത്ത് കഴിയുമ്പോൾ ആ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 10-20 പോയിൻ്റ് നമ്മുടെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിലും ആ ഒരു എൻട്രി എടുത്ത ഉടനെ തന്നെ ഒരു 10-20 പോയിൻറ്റ്സ് നമ്മുടെ എഗെയിൻസ്റ്റ് വരും. അത് എപ്പോഴും നമ്മളൊരു എൻട്രി എടുക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. വല്ലപ്പോഴും മാത്രമേ നമ്മൾ എൻട്രി എടുത്ത ഉടനെ തന്നെ ഒരു 10-20 പോയിൻറ്റ്സ് നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുന്നത് കാണാൻ സാധിക്കുള്ളൂ. അപ്പം മേ ബി ഒരു 10-20 പോയിൻറ്റ്സ് നമ്മുടെ എഗെയിൻസ്റ്റ് വന്നതിന് ശേഷം നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുമായിരിക്കും. മിക്കപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ട്രേഡ്സ് ആണെങ്കിൽ വരും. എങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒരു 10-20 പോയിൻറ്റ്സ് എഗെയിൻസ്റ്റ് വരുന്ന ഒരു കാര്യം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എഗെയിൻസ്റ്റ് പോകുമ്പോൾ നമുക്കതിന് എഗെയിൻസ്റ്റ് ഒരു 10-20 പോയിൻറ്റ്സ് വരുമ്പോൾ നമുക്കതിനെ ആവറേജ് പൊസിഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് ഫസ്റ്റ് എൻട്രിയിലാണ് നമ്മൾ എടുത്തതെങ്കിൽ നമ്മളത് വെച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും എഗെയിൻസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതാവും. നമ്മൾ ഒരുമിച്ചാണ് ഒരു 100 ലോട്ട്സൊക്കെ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു എടുക്കുന്ന എത്ര എൻട്രിയാണോ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ലെഗ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്കൊരു 2-3 ലാക്സിൻ്റെ ലോസിലേക്ക് പോയി. എഗെയിൻ അത് 1 lakh പ്രോഫിറ്റിൽ വന്നു. അതിൻ്റെ കാരണം നമുക്ക് ആ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ നമ്മൾ അവസാനം എടുത്ത എൻട്രീസ് നോക്കുകയാണെങ്കിൽ 40,000-50,000 പ്രോഫിറ്റിൽ കാണാം. പക്ഷേ ആദ്യം എടുത്ത എൻട്രി ഒരു 70,000 പ്രോഫിറ്റ് ഉണ്ട്. അതിന് ശേഷം എടുത്ത എൻട്രീസ് ഒക്കെ കോസ്റ്റിലാണ്. അപ്പോൾ നമുക്കത് 4-5 ലാക്സിൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ട് ഇന്നത്തെ ഒരു എക്സാമ്പിളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു അഡ്വാൻറ്റേജ് ഒരു 10-20 പോയിൻറ്റ്സ് വെറുതെ മാർക്കറ്റ് പുൾ ബാക്ക് കിട്ടാൻ ഒരു 5 പോയിൻറ്റ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഹെൽപ്ഫുൾ ആവും. ആ ഒരു സ്ട്രാറ്റജി മേ ബി അങ്ങനെ നമുക്കതിനെ വിളിക്കാം. ഇപ്പോൾ കൃത്യമായിട്ടൊരു ഫോളോ വരുന്നുണ്ട്. യെസ്, പ്രീവിയസ് ഡേലോ ലെവൽ, അതായത് ന്യൂ ഡേലോ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് സുന്ദരമായിട്ട് 6-7 ലാക്സിൻ്റെ പ്രോഫിറ്റ്സ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 10 മിനിറ്റ് പോലും ആയിട്ടില്ല. ഇപ്പോൾ വളരെ പേഷ്യൻസോടുകൂടി ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുക ആണ് നമുക്ക് ആവശ്യം. നമ്മൾ വെറും 69 ലക്ഷം രൂപ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡിനകത്ത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അഗെയിൻ ഒരു ഡൗൺഫോൾ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് നമുക്ക് എടുക്കാം.
അപ്പോൾ അതിനായിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള എൻട്രീസ് 2, 3, 4, 5, 6 10 എൻട്രീസാണ് എടുത്തിട്ടുള്ളത്, അതായത് 1000 ലോട്ട്സ്. അപ്പോൾ നമുക്കതിനെ ഹെഡ്ജ് ചെയ്യാം. ഹെഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് കോൾ ഓപ്ഷൻ 26,200 600 ലോട്ട്സ് വെച്ചിട്ട് ഞാൻ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. അതിന് എഗെയിൻ നമുക്ക് എഗെയിൻ ഒരു 600 ലോട്ട്സും വെച്ച് ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം 1200 1200 ലോട്ട് നമ്മൾ വെച്ച് ഹെഡ്ജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 ലോട്ടാണ് നമ്മുടെ പുട്ട് ഓപ്ഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞപ്പം ഹെഡ്ജ് ചെയ്ത പൊസിഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 600 + 600 1200 1200 ലോട്ട് നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മാത്രം വന്നിട്ടുള്ള പ്രോഫിറ്റ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4,77,000 5 ലക്ഷം രൂപയോളം. ഇവിടെ 2 ലക്ഷം, അപ്പോൾ 5 2 7 ലക്ഷം രൂപ 7 ലക്ഷം രൂപ പ്രോഫിറ്റ് നമുക്ക് കോൾ ഓപ്ഷനിൽ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇവിടെ നമുക്ക് വന്നിട്ടുള്ള പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 9 ലക്ഷം 8 ലക്ഷം 9 ലക്ഷം മാത്രമാണ്. അപ്പോൾ ഇവിടെ പല പൊസിഷൻസും കോസ്റ്റിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് എൻ്റർ ചെയ്ത ഫസ്റ്റ് പൊസിഷൻസ് ഇവിടെ കാണാം. അപ്പോൾ അതുപോലെ അതിനുശേഷം ആവറേജ് ചെയ്ത പൊസിഷൻസ് ആണ് ഇപ്പം അതും ലോസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹെഡ് ചെയ്ത കൃത്യം പോയിന്റ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും 10 lakhs പ്രോഫിറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹെഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ വെക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കോൾ ഓപ്ഷൻ ഹെഡ് ചെയ്ത പൊസിഷൻസിലെ പ്രോഫിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 6 ലക്ഷവും ഇവിടെ ഒരു 3.5 ലക്ഷവും, അപ്പോൾ 10 ലക്ഷം രൂപ ഇതിനകത്ത് തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതും 10 ലക്ഷത്തിൽ താഴെയാണ്. അതിനർത്ഥം ഈ ഒരു ഹെഡ്ജിങ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുട്ട് ഓപ്ഷൻസ് എല്ലാം ഇപ്പോൾ നമ്മൾ എഗെയിൻസ്റ്റ് ആണെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പുൾ ബാക്ക് വരികയാണെങ്കിൽ കോസ്റ്റിലേക്ക് വരും. 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പ്രോഫിറ്റ് വന്നതിന് ശേഷം അത് കോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ആവറേജ് ചെയ്ത് അത് ഡേ ഹൈയിലേക്ക് അല്ലെങ്കിൽ മുമ്പ് വന്ന പൊസിഷനിലേക്ക് വീണ്ടും എത്തുകയാണെങ്കിൽ, ആ ഒരു ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ മാർജിൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഫണ്ട് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ റിസ്ക്കും വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ. ഇപ്പോൾ എഗെയിൻ നമ്മളിപ്പോൾ കോൾ ഓപ്ഷനിൽ നമുക്കൊരു 10 lakhs പ്രോഫിറ്റ് ഈ ഒരു 1200 ലോട്ട്സിൽ 1200 ലോട്ടിൽ നമുക്ക് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയായിരുന്നു. ആ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ ലോസിലേക്ക് പോയി. അപ്പോൾ ആ ഒരു പീസ്ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു പ്ലാനിങ് ആണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഹെഡ്ജ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കിത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോഴും കോൾ ഓപ്ഷനിലാണ് നമുക്ക് ഇപ്പോൾ കോസ്റ്റിലുള്ളത്, അല്ലെങ്കിൽ ഒരു 3 lakhs ലോസിലുള്ളത്. സ്റ്റിൽ നമ്മുടെ പൊസിഷൻസ് എത്ര 3 lakhs അല്ലെങ്കിൽ ഒരു 8 lakhs പ്രോഫിറ്റിലുണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ഹെഡ്ജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പുട്ട് ഓപ്ഷനാണ് നമ്മൾ എടുത്തതെങ്കിൽ ഈ ഒരു ഇതിപ്പോൾ ഒരു കോസ്റ്റിലാണെങ്കിൽ നമ്മുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒരു 8 lakhs ആണെങ്കിൽ നമ്മളത് ആവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഒരു 12 lakhs 13 lakhs പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പൊസിഷൻ എപ്പോഴും നേക്കഡ് ആയിരിക്കും. ഇപ്പോൾ നേക്കഡ് പൊസിഷൻസ് ആകുമ്പോൾ അതിൻ്റെ റിസ്ക് വളരെ വളരെ കൂടുതലാണ്. മാക്സിമം എല്ലാവരും ഹെഡ്ജ് ചെയ്തിട്ട് മാത്രം പൊസിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഹെഡ്ജ് ചെയ്തെടുക്കുമ്പോൾ വൺസ് അത് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹെഡ്ജ് ചെയ്ത് നമുക്ക് സേഫായിട്ട് അത് ഹോൾഡ് ചെയ്യാം. എഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിവേഴ്സിലൊക്കെ വരികയാണെങ്കിൽ നമുക്കത് സേഫായിട്ട് തന്നെ അതിനകത്ത് പ്രോഫിറ്റ്സിൽ തന്നെ പുറത്ത് വരാനായിട്ട് പറ്റും. ഇല്ല നമ്മുടെ ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് 1200 ലോട്ട്സ് കോൾ ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പുട്ട് ഓപ്ഷൻ 1000 ലോട്ട്സ് ആണ്, അത് 1000 ലോട്ട് മാത്രമാണ് പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ പുട്ട് ഓപ്ഷൻ്റെ ഡയറക്ഷനിൽ വലിയൊരു മൊമെൻ്റം ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ്സ് നമുക്ക് കിട്ടും. പക്ഷേ ആ ഹെഡ്ജ് ചെയ്ത ആ ഒരു പൊസിഷൻസിൽ ലോസ് വരുമെങ്കിൽ നമ്മുടെ പൊസിഷൻ എപ്പോഴും ഓവറോൾ സേഫായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു സൈക്കോളജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ കംഫർട്ടബിളായിട്ട് എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും മാർക്കറ്റിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ റിസ്ക് എടുത്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് കംഫർട്ടബിളായിട്ട് പ്രൊട്ടക്റ്റഡായിട്ട് സേഫായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്സ്. അതേസമയം നമ്മൾ റിസ്ക് എടുക്കുകയും വേണം. പക്ഷേ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ആ ഒരു റിസ്ക് എടുക്കുന്ന ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം. വൺസ് നമ്മൾ പ്രോഫിറ്റ് വന്നിട്ട് അതിനെ ഒരിക്കലും ലോസിലേക്ക് പോകാൻ അനുവദിച്ചുകൂടാ.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എപ്പോഴും എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക തന്നെ വേണം. ഇപ്പോൾ നമ്മുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു 3-4 ലാക്സിൻ്റെ ലോസ് ഹെഡ്ജ് പൊസിഷൻസിൽ വന്നിട്ടുണ്ട്. അതിനർത്ഥം 7 ലക്ഷം രൂപ പ്ലസ് ഒരു 4 ലക്ഷം 11 ലക്ഷം രൂപ 12 ലക്ഷം രൂപയും കണ്ടു പ്രോഫിറ്റ് നമുക്കൊരു പക്ഷേ വന്നിട്ടുണ്ടാവും ഈ ഒരു ഹെഡ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ. പക്ഷേ കംഫർട്ടബിളായിട്ട് നമ്മുടെ പൊസിഷൻ ഒരിക്കലും ലോസിലേക്ക് പോയിട്ടില്ല. വൺസ് പ്രോഫിറ്റ് വന്നതോടുകൂടി നമ്മൾ തന്നെ ഹോൾഡ് ചെയ്തു, അതായത് നമ്മളതിനെ ഹെഡ്ജ് ചെയ്തതിന് ശേഷം ചെറിയ ഫ്ലക്ച്വേഷൻ പൊസിഷൻസിൽ വന്നെങ്കിലും അത് നമ്മളെ ബാധിക്കാതെ നമുക്ക് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റി. 15 മിനിറ്റാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിൽ കുറച്ചുകൂടി പ്രോഫിറ്റ്സ് എക്സ്പെക്ട് ചെയ്യാം. പുട്ട് സൈഡിൽ കോൾ സൈഡിലേക്കുള്ള പ്രോഫിറ്റ്സ് വരാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് മാർക്കറ്റിൻ്റെ ചാർട്ട് എങ്ങോട്ടാണ് പോകുന്നത് നമുക്കൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം. ജസ്റ്റ് ലോവർ ലോ ലോവർ ഹൈ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റ്. മേ ബി നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുള്ള ആ ഒരു റാലി ഒരു 2 മണിക്ക് ശേഷം അല്ലെങ്കിൽ 3 മണിയോട് അടുപ്പിച്ച് വന്നിട്ടുള്ള 3 മണിക്ക് ശേഷം വന്നിട്ടുള്ള ആ ഒരു അപ്പ് മൂവിൻ്റെ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് 26,260-70 ലെവലിലേക്ക് ഒരു ഫോൾ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു ലെവൽ ഒരു ബുക്കിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഡയറക്ഷണൽ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് വരെ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാം. നമ്മുടെ പൊസിഷൻസ് ഇപ്പം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസ് കോൾ ഓപ്ഷൻ 26,200 അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ 26,400. കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിൽ 125 ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം നോക്കുകയാണെങ്കിലും അതേപോലെ 125, 127 ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രീമിയത്തിലൊരു ഡിഫറൻസ് നമുക്ക് വരും കുറച്ച് കഴിയുമ്പോൾ. ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ ഏതൊരു ഡയറക്ഷനിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ പ്രോഫിറ്റ്സ് വലിയ രീതിയിൽ കൂടുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു പോയിന്റിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പൊസിഷൻ നമുക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു 10 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. 125 നിന്ന് 115ലേക്ക് കോൾ ഓപ്ഷനും പോയി, 135ലേക്ക് പുട്ട് ഓപ്ഷനും പോയി. എഗെയിൻ അത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഹെഡ്ജ് ചെയ്തതിൻ്റെ അർത്ഥം ഈ ഒരു പൊസിഷനിൽ എന്തായാലും പ്രോഫിറ്റ് കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മാക്സിമം ഇത് കൺട്രോൾഡ് ആയിട്ടായിരിക്കും അത് പ്രോഫിറ്റിലേക്കും ലോസിലേക്കും പോകുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കൺട്രോൾഡ് ആയിട്ട്. അപ്പോൾ ആ കൺട്രോൾഡ് ആയിട്ട് പോകുന്നത് നമ്മളിപ്പോൾ കൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ്സ് വരും, അതുപോലെ തന്നെ റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ലോസിലേക്കും പോകും. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് കൺട്രോൾഡ് ആയിട്ട് വൺസ് അത് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൺട്രോളബിളായിട്ട് കൺട്രോൾ ചെയ്തിട്ട് കൂടുതൽ പ്രോഫിറ്റ്സിലേക്കോ അല്ലെങ്കിൽ അതേ കോസ്റ്റിലേക്കോ ചെറിയ ലോസിലേക്കോ അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോയത് ഒരു ട്രേഡ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു ട്രേഡ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. 135 ലെവലിൽ നിന്നൊരു അപ്പ് മൂവ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അറൗണ്ട് 5 ലാക്സിൻ്റെ പ്രോഫിറ്റ് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹെഡ്ജഡ് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 7+3 10 ലാക്സ് പ്ലസ് ലോസിലാണ് പോകുന്നത്. സ്റ്റിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയുണ്ട്? 4 ലാക്സ് 5 ലാക്സ് ഉണ്ട്. അതിനർത്ഥം ഇതേ സെനാരിയോ എഗെയിൻസ്റ്റ് ആണെന്ന് വിചാരിക്കുക. എഗെയിൻസ്റ്റ് ആണെങ്കിലും ഇതേപോലത്തെ പ്രോഫിറ്റ്സ് നിൽക്കും. പക്ഷെ അതേസമയം നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഡയറക്ഷനിലാണെങ്കിൽ വലിയ പ്രോഫിറ്റ്സ് കിട്ടും. അതേസമയം എഗെയിൻസ്റ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് കൂടി നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. കാരണം എഗെയിൻസ്റ്റ് ആണെങ്കിൽ ഇത്രയും ലോസ് ഇപ്പോൾ നമുക്ക് ഈ 10 ലാക്സിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഒരു പക്ഷേ കോൾ ഓപ്ഷനിലുള്ളത് എഗെയിൻസ്റ്റ് ആണ് വന്നതെങ്കിൽ നമ്മൾ നേക്കഡ് പൊസിഷൻ ആണെങ്കിൽ അത്രയും ലോസ് നമുക്ക് വരും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ആലോചിക്കുക. അപ്പം 135 ലെവൽ വന്നിട്ടുണ്ട്. 150, 160 ലെവലിലേക്ക് വരും നമ്മുടെ പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്കൊരു സ്പൈക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് വരും. ഈവൺ ദോ നമുക്ക് നമ്മുടെ പൊസിഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 1200 ആണ്. ഹെഡ്ജ് ചെയ്ത പൊസിഷൻ 1200 ഉണ്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ കുറയും. പ്രീമിയം 100ലേക്ക് വരുന്നുണ്ട്. 110 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യട്ടെ. ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റ്. അപ്പോൾ നല്ലൊരു സെൽ ഓഫ് വരാനുള്ള ചാൻസസും വളരെ ഹൈ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 50% ആണ് നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ളത്. 1,73,00,000 രൂപ. നമ്മുടെ കയ്യിൽ അവൈലബിൾ മാർജിൻ 1,89,00,000 രൂപ.
യെസ്, ഈ ഒരു ലോയിലേക്ക് എത്തിയിട്ടുണ്ട്. 26,270 ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. $135 ട്രേഡ് ചെയ്യുന്നുണ്ട്, 26,400. ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്ത് നോക്കാം. 145 ലെവലിലേക്ക് വരുന്നുണ്ട്. യെസ്, 160 ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൊമെൻറ്റം, ഒരു സ്പൈക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ 145 ലെവലിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 26,400 പുട്ട് ഓപ്ഷൻ. $26,270 ലെവൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് കൃത്യമായിട്ട് ഫോൾ ആയിട്ടുള്ളത്. മാർക്കറ്റ് എന്തായാലും എഗെയിൻ ഒരു ലോവർ ലോ വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഡേ ലോ റീടെസ്റ്റിലേക്കും ചാൻസസ് ഉണ്ട്. അറൗണ്ട് 4 lakhs ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 lakhs പ്രോഫിറ്റ് തന്നെയാണ്. $140 ലെവലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. 26,400 പുട്ട് ഓപ്ഷൻ. കോൾ ഓപ്ഷൻ ആണെങ്കിൽ 110 ലെവൽ. എഗെയിൻ 160 ലെവലിലേക്ക് വരുമോ നമുക്ക് നോക്കാം. പുട്ട് ഓപ്ഷൻ 160 ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യാം. ഒരു ഷാർപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം. യെസ്, ഇവിടെ നിന്നൊരു സപ്പോർട്ട് ലെവലായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. 26,270 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപ്പ് മൂവ് വന്നിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്നാണ് ഒരു അപ്പ് മൂവ് വന്നിട്ടുണ്ടായിരുന്നത് 330 വരെ. ഇന്നത്തെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ആ ഒരു ലെവലിലേക്കാണ് ജസ്റ്റ് ഫോൾ ചെയ്തത്.
അപ്പം നമുക്ക് ഈ ഒരു പൊസിഷൻ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം വെയിറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം എന്താണ് ഈ ഒരു പൊസിഷൻ വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിന് ട്രൈ ചെയ്യുന്നുണ്ട് 140 ലെവൽ. ഇപ്പോൾ നമുക്കൊരു അഗ്രസീവായിട്ടൊരു എൻട്രി എടുക്കാം. ആവറേജ് ചെയ്യാം 26,400 പുട്ട് ഓപ്ഷൻ. $26,000 പുട്ട് ഓപ്ഷൻ നമ്മൾ അഗ്രസീവായിട്ട് ഇപ്പം എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് എൻട്രീസ് നോക്കുകയാണെങ്കിൽ 6 എൻട്രീസ്. ഇപ്പോൾ 600 ലോട്ട്സ്. അപ്പോൾ 1600ഉം 1200ഉം ആണ്. ഹെഡ് ചെയ്ത പൊസിഷൻ 1200. ഇപ്പോൾ നമ്മൾ 160 ലെവലിലേക്കാണ് ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 140 ഒരു 20 പോയിൻറ്റ്സിൻ്റെ ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രീ ക്യാഷ് അല്ലെങ്കിൽ അവൈലബിൾ മാർജിൻ എന്ന് പറയുന്നത് 1,36,00,000 രൂപയാണ്. ഇപ്പോൾ ഒരു 4 lakhs 5 lakhs തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വരുമോ നമുക്ക് നോക്കാം. 160 ലെവലിലേക്ക് 160 170 ലെവലിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ 26,400 പുട്ട് ഓപ്ഷനിൽ. അപ്പോൾ നമ്മൾ 600 ലോട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഡേ ഹൈ വന്നിട്ടുള്ളത് 145 ആണ്. അപ്പോൾ ഒരു 20 പോയിൻറ്റ്സിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് വരുമോ നമുക്ക് നോക്കാം. അരമണിക്കൂർ കഴിഞ്ഞു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ നമ്മൾ എടുത്തിട്ട് അറൗണ്ട് 9:21 നമ്മളെടുത്തത്. $10,00,000 രൂപയോളം പ്രോഫിറ്റ് ഉണ്ടായിരുന്ന പൊസിഷൻ ഇപ്പം 2,00,000 രൂപയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു റിസ്കി എൻട്രി ആവറേജിങ് ചെയ്തിട്ടുണ്ട്. 600 ലോട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്രേക്ക് ഔട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 135 140 ലെവലിൽ നിന്ന് 160 165 ലെവലിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു അനാലിസിസും ഒരു കൺവിക്ഷനും നമുക്കുണ്ട്. അപ്പോൾ അത് ആ ഒരു അനാലിസിസ് പ്രകാരമുള്ള ആക്ഷൻസ് മാർക്കറ്റിൽ വരുമെന്നുള്ളതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും ഈ ഒരു പൊസിഷൻ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പൊസിഷൻ ഓൾമോസ്റ്റ് കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. യെസ്, കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്.
ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള 600 ലോട്ട് എൻട്രിയാണ് നമുക്ക് ഇപ്പോൾ എഗെയിൻസ്റ്റ് ആഴ്ച വരുന്നത് കൊണ്ട് ലോസിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ 2 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യം എടുത്തിട്ടുള്ള ഒരു 600 ലോട്ട്സ്, അപ്പോൾ ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ 39,000 ക്വാണ്ടിറ്റി ഇവിടെ കാണാം. അപ്പോൾ ആ 2 എൻട്രി പ്രോഫിറ്റിലേക്കും കോസ്റ്റിലേക്കെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മൾ അതിന് ശേഷം എടുത്തിട്ടുള്ള 6 എൻട്രീസിലാണ് നമുക്കിപ്പോൾ ലോസിലേക്ക് പോകേണ്ടി വന്നത്. കൃത്യമായിട്ട് 26,270 ലെവൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഇവിടെ നിന്നൊരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1,36,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മാർജിൻ എന്ന് പറയുന്നത് 2,26,00,000 രൂപയാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റഡ് മാർജിനുണ്ട്. ഇപ്പോൾ 1,200ഉം 1,600ഉമാണ് നമ്മുടെ പുട്ട് കോൾ റേഷ്യോ എന്ന് പറയാം. ഇപ്പോൾ 1,700 1,200 ആയിട്ടുണ്ട്. കോൾ ഓപ്ഷൻ 1,700 പുട്ട് ഓപ്ഷനും 1,200 കോൾ ഓപ്ഷനുമാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റിക്കവറി വരുന്നുണ്ട്. റിക്കവറി മീൻസ് ഇതിപ്പോൾ ഒരു ഡൗൺഫോൾ വന്നു നമ്മുടെ പുട്ട് ഓപ്ഷൻ, അതായത് മാർക്കറ്റിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു, അതിനുശേഷം തിരിച്ച് താഴോട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കോസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. 160 ലെവലിലേക്ക് എഗെയിൻ നമുക്ക് 121 ലെവലിലേക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു പുൾ ബാക്ക് വന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൃത്യമായിട്ടൊരു 100 ലോട്ട്സ് ആഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൊസിഷൻ 10 പോയിൻറ്റ്സ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്രേക്ക് ഔട്ട് വരുമോ നമുക്ക് നോക്കാം. യെസ്, 5 lakhs പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പുട്ട് സൈഡ് ബയസ്ഡ് ആയിട്ടാണ് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 1,000 പുട്ട് ഓപ്ഷനും 1,200 കോൾ ഓപ്ഷനാണ്. ഹെഡ്ജ്ഡ് പൊസിഷനിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരു 600 ലോട്ട്സ് കൂടി ബ്രേക്ക് ഔട്ടിന് വേണ്ടി ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു 600 ലോട്ട്സ് ആഡ് ചെയ്തപ്പോൾ 1,200 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനിൽ 1,000 ഉണ്ടായിരുന്നത് 1,600 ആയി. ഇപ്പോൾ നമ്മൾ അഗൈൻ ഒരു 100 ലോട്ട്സ് കൂടി ആഡ് ചെയ്ത് 1,700 ആക്കിയതിനെ. ഇപ്പോൾ 1,700ഉം 1,200, അപ്പോൾ ഒരു 500 ലോട്ട്സിൻ്റെ ഒരു ബയസ്ഡിലാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ബ്രേക്ക് ഔട്ടാണ്, അല്ലെങ്കിൽ ഡേ ലോ റീടെസ്റ്റ് ആണ്. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ലെവലിൽ ഒരു അപ്പ് മൂവ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡേ ഹൈ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊരു ഹയർ ലോ ആണെങ്കിൽ. നമ്മൾ കോസ്റ്റിൽ തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് അല്ലെങ്കിൽ 2 lakhs ലോസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഈ ഒരു ഡേ ഹൈ ലെവലിലേക്ക് വരുന്നതിന് മുൻപായിട്ടൊരു ഡേ ലോ റീടെസ്റ്റോ ബ്രേക്ക് ഔട്ടോ, ഡേ ലോ റീടെസ്റ്റ് അല്ലെങ്കിൽ ലോവർ ലോ ഫോം ചെയ്യോ നമുക്ക് നോക്കാം. അതായത് പുട്ട് ഓപ്ഷനിലൊരു ഹയർ ഹൈ, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു പുട്ട് ബൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ലോസ് ബെയർ വരും. ബട്ട് നമ്മുടെ ഹെഡ്ജ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ 1,000 ലോട്ടിൻ്റെ ഒരു പൊസിഷൻ, 1,200 ലോട്ട്സ് എടുത്തിട്ടുള്ള കോൾ ഓപ്ഷൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ടു സം എക്സ്റ്റെൻറ്റ് നമ്മൾ വലിയ ലോസിൽ നിന്നും നമ്മൾ കുറച്ച് റിക്കവർ ചെയ്യാൻ സഹായിക്കുമെന്നാണ് ഞാൻ
കരുതുന്നത്. ഇപ്പോഴത് 5 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ലോസിലേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 26,270 ലെവൽ വന്നതിന് ശേഷമുള്ള നമ്മുടെ ഡിസിഷൻസ് കുറച്ച് മോശം ഡിസിഷൻസ് എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്രിട്ടിക്കൽ പൊസിഷനിൽ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയിൽ തന്നെ നിൽക്കുന്നതിന് കാരണം നമ്മുടെ കോൾ ഓപ്ഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള ഹെഡ്ജ്ഡ് പൊസിഷൻ 1000 ലോട്ട്സ് ആണ്. നമ്മൾ 1200 ലോട്ട്സ് ആണ് നമ്മളെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. $26,400 പുട്ട് ഓപ്ഷൻ 100 ലോട്ട്സ് കൂടി ആഡ് ചെയ്യാം. നമ്മുടെ പൊസിഷൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ 1200 ലോട്ട്സും പുട്ട് ഓപ്ഷൻ 1800 ലോട്ട്സുമാണ്. 600 ലോട്ട്സിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് പുട്ടിലും കോളിലും ഇടയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം അത് ഒരുപക്ഷെ ഗുണം ചെയ്തേക്കാം, അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള റിസ്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അപ്പം എന്തായാലും നമുക്ക് അത് മാനേജ് ചെയ്യുക, ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.
ഇതൊരു ലെങ്തി വീഡിയോ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനിയും ഈ ഒരു പൊസിഷൻ നമ്മുടെ ഡയറക്ഷനിൽ സേഫായിട്ട് വന്നിട്ടില്ല. ഒരു 11 lakhs പ്രോഫിറ്റ് നമുക്ക് ഹെഡ്ജ്ഡ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ പൊസിഷനും ലോസിലാണ്, ഈ ഒരു എക്സെപ്റ്റ് ഈ ഒരു ഫസ്റ്റ് എടുത്തൊരു പൊസിഷൻ പുട്ട് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ. എന്തായാലും പുട്ട് ഓപ്ഷനിലെ പൊസിഷൻ, കോൾ ഓപ്ഷനിലെ ആ ഒരു പൊസിഷൻ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനാണ് പോകുന്നത്. ആ രണ്ട് പൊസിഷൻ ഇപ്പം നമ്മുടെ പൊസിഷൻ നേക്കഡ് പൊസിഷനായി മാറി. കോൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു 9 lakhs പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ 13 lakhs ലോസിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിൽ 9 lakhs നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു നേക്കഡ് പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 22,95,000, അതായത് 9 ലക്ഷം രൂപ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇപ്പോൾ അത് 15 lakhs 16 lakhs ലോസിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അവൈലബിൾ മാർജിൻ കൂടി. അപ്പോൾ 9 ലക്ഷം രൂപ ഇപ്പോൾ ഉള്ള പൊസിഷൻ്റെ അകത്ത് 9 ലക്ഷം രൂപ കുറച്ചിട്ടുള്ളതാണ് നമ്മുടെ ആക്ച്വലി ഉള്ള പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ നിഫ്റ്റി 26,300 320 ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ഒരു ഡൗൺഫോൾ വരികയാണെങ്കിൽ നമുക്ക് ഈ പൊസിഷൻ സേഫായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു 130 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ്സ് ഈ ഒരു പൊസിഷനിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. നേക്കഡ് ആക്കുന്ന സമയത്ത് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു പുൾ ബാക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു പുട്ട് ഓപ്ഷനിൽ. ഒരുപക്ഷെ ഇത് റിവേഴ്സലായി. ഇപ്പോൾ നമ്മൾ കോസ്റ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ 9 lakhs നേരത്തെ ബുക്ക് ചെയ്തു. കോൾ ഓപ്ഷൻ 26,200 കോൾ ഓപ്ഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 600 + 600 1,200 ലോട്ട്സാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 9 ലക്ഷം രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് നെറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 5 ലക്ഷം രൂപ ലോസാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ നെറ്റ് പൊസിഷൻ പ്രോഫിറ്റിലാണ്. ഇപ്പോൾ നമ്മൾ കോസ്റ്റിലെത്തിയിരിക്കുന്നു. കോസ്റ്റിലെത്തിയിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ 9 ലക്ഷം രൂപ പ്രോഫിറ്റിലാണ്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ 130 ലെവലിലേക്ക് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് 115 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റേതായ റിസ്ക് ഇവിടെ ഉണ്ട്. നേക്കഡായിട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അവൈലബിൾ മാർജിൻ കൂടുതലായി. ഇപ്പോൾ 9 lakhs ലോസ് ഉണ്ട്. അതിനർത്ഥം നമ്മൾ കോസ്റ്റിലാണ്, നെറ്റ് കോസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ എത്ര ബുക്ക് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നേക്കഡ് പൊസിഷനാണെന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. 160 ലെവലിലേക്ക് വരുമെന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. എഗെയിൻ ഈ ഒരു ലെവലിൽ നിന്ന് ഡൗൺഫോൾ വന്നു. പുട്ട് ഓപ്ഷനിൽ ഡൗൺ ആയതുകൊണ്ട് തന്നെ അത് റീടെസ്റ്റ് വരികയാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആവും. ഈ ഒരു സപ്പോർട്ട് ലെവലിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഈ ഒരു ഹെഡ് ചെയ്തിട്ടുള്ളൊരു കോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു 1,200 ലോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ പുട്ട് ഓപ്ഷനിൽ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു പൊസിഷൻ സേഫായിട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു 10 പോയിൻറ്റ്സ് ഇപ്പോൾ 116 127 28 ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ബുക്ക് ചെയ്യാം. ഡേ ഹൈ വന്നിട്ടുള്ളത് 145 ആണ്. 160 ലെവൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് വരാൻ വേണ്ടി ഇനി വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് കോസ്റ്റിലുണ്ട്, 1 lakh പ്രോഫിറ്റിലുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ 10 lakhs പ്രോഫിറ്റിലാണ്. ഇപ്പോൾ ഈ പൊസിഷൻ കംഫർട്ടബിളായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റില്ല. കാരണം ഇത് നേക്കഡ് പൊസിഷനാണ്. പക്ഷേ നമുക്ക് ഒരു ചെറിയൊരു മാർജിൻ നമുക്കുണ്ട്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തുകൊണ്ട് ഒരു മാർജിൻ നമുക്കുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് ചെറുതല്ല. യെസ്, നമ്മൾ 6 lakhs പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 128 ലെവലിലേക്ക് വരും നോക്കാം. അതൊരു റെസിസ്റ്റൻസ് ലെവൽ കൂടിയാണ് 128. ഇനിയൊരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ ആ ഒരു ലെവലിൽ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. P1 140 160 ഒക്കെ വരുമായിരിക്കും. പക്ഷെ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ഇപ്പോൾ 125 വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. യെസ്.
യെസ്, വെരി ഗുഡ് ട്രേഡ് ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു മൂവ്മെൻറ്റ് കോൾ സൈഡ് പുട്ട് സൈഡ് വന്നു, അതായത് മാർക്കറ്റ് ഫോളായി. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു 26,320 ലെവലിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതും നമ്മുടെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ ഒരിക്കലും അത് അങ്ങനെ ബുക്ക് ചെയ്യാൻ പാടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ഒരു അനാലിസിസിൻ്റെ ഒരു ഡെപ്തും അതുപോലെ തന്നെ നമ്മുടെ ഒരു കൺവിക്ഷനും വെച്ചിട്ട് മാത്രമാണ് എനിക്ക് ബുക്ക് ചെയ്യാൻ അത് സാധിച്ചത്. അപ്പോൾ അതുപോലെ ആർക്കും അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. കാരണം അതിൻ്റെ റിസ്ക് 2x അല്ലെങ്കിൽ 5x പോവുകയാണ് ചെയ്യുക. നമ്മളൊരു ഹെഡ്ജ്ഡ് പൊസിഷൻസിൻ്റെ ഒരു ലെഗ് മാത്രം ബുക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അനാലിസിസും അതിൻ്റെ നോളജും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ഈ ഒരു 26,320 ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഡേ ഹൈ ലെവലിലെത്താതെ ആ ഒരു മൊമെൻറ്റം നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രിട്ടിക്കലി ആ ഒരു റിസ്ക് ഒരു പോയിന്റിൽ നിന്ന് ഒരു റിസ്ക് എടുക്കുക എന്നുള്ളത് വളരെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ക്രിട്ടിക്കൽ പോയിന്റിൽ നിന്ന് റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്, അങ്ങനെ വേണം പറയാൻ. അപ്പോൾ ആ ഒരു റിസ്ക് നമ്മൾ എടുത്തത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ 10 lakhs 9 lakhs ബുക്ക് ചെയ്തു. അതിനുശേഷം അതിനെ താഴേക്ക് കൊണ്ടുവന്നു ആ ഒരു പൊസിഷനിൽ നമ്മൾ 10 lakhs ബുക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20 lakhs അറൗണ്ട് പ്രോഫിറ്റ് കാണിച്ചു. ഇപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഒരു 17 lakhs ആണെന്ന് തോന്നുന്നു. 17 to 18 lakhs നമ്മൾ ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിച്ചത് നോക്കാം. ബുക്ക് ചെയ്തതിന് ശേഷം ഷാർപ്പായിട്ടാണ് ഒരു അപ്പ് മൂവ് നിഫ്റ്റിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് 26,320 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നേരെ എത്താൻ പോകുന്നത് ഡേ ഹൈയിലേക്കാണ്. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള 2 പോയിന്റ്സിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഒന്ന് 26,320 പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷനിൽ നമ്മൾ ഹെഡ് ചെയ്ത പൊസിഷനിൽ 1,200 ലോട്ട്സ് നമ്മൾ ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ അവിടെ നിന്നും ഒരു പുൾ ബാക്ക് വന്നു. ആ പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലെത്തിയപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് പുട്ട് ഓപ്ഷനും ബുക്ക് ചെയ്തു. ഈ ട്രേഡ് നമ്മൾ സേഫായിട്ട് എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 17-18 lakhs പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ട്രേഡിൽ. അപ്പോൾ നല്ലൊരു ട്രേഡായിരുന്നു അത്. അതിൻ്റേതായ റിസ്ക്കും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു, ഈ ഒരു പെർട്ടിക്കുലർ ട്രേഡിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആസ് എ ട്രേഡർ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് നമുക്ക് കൃത്യമായി ഈ ഒരു ട്രേഡിൽ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഈ വീക്കിൽ നമുക്കൊരു ഫസ്റ്റ് ട്രേഡാണ് കൃത്യമായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്തതുപോലെയുള്ള മൂവ്മെൻറ്റ്സ് കോൾ സൈഡ് അല്ലെങ്കിൽ ഡേ ഹൈ ലെവലിലോട്ടൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.